ഈ ആഴ്ചയിലെ സന്ദേശം തികച്ചും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു അനുഗ്രഹത്തിന് കാരണമാകുമെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ ആഴ്ചയിലെ സന്ദേശത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഒട്ടും ആമുഖങ്ങളില്ലാതെ ദൈവ വചനത്തിലേക്ക് ഈ ആഴ്ചയിലെ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങളെ വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടെ ദൈവവചനം പറയട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങൾ. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിക്കുവിൻ. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപയാൽ ഈ ആഴ്ചയിലെ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ വീണ്ടും ക്ഷണിക്കുകയാണ്. പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിരിക്കുന്ന ദൈവവചനത്തിലേക്ക് അതിൻ്റെ ചില ആഴങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യത്തിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ബഥാനിയിൽ നിന്നും പുറപ്പെട്ടു വരുമ്പോൾ തനിക്ക് വിശന്നപ്പോൾ ഒരു അത്തിയെ കണ്ടു. ആ അത്തിയിൽ ഫലമില്ലാതെ വന്നപ്പോൾ ആ അത്തിയെ ശപിച്ച ചരിത്രമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. തന്നോട് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ ആ വാക്കുകൾ കേൾക്കുവാനായിട്ടിടയായിത്തീർന്നു. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം, അല്ലെങ്കിൽ രാവിലെ അവർ കടന്നു വരുമ്പോൾ ഈ അത്തി വേരോടെ ഉണങ്ങിപ്പോയത് കാണുവാനായിട്ടിടയായിത്തീരുന്നു. അപ്പോൾ പത്രോസിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരമായാണ് യേശു ക്രിസ്തു 22-23 വാക്യങ്ങളെ അവിടെ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പത്രോസിൻ്റെ ചോദ്യം ഇതായിരുന്നു. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു, റബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു. 20-21 വാക്യങ്ങളിൽ പത്രോസിൻ്റെ ചോദ്യം കിടപ്പുണ്ട്. ആ ചോദ്യത്തിന് കർത്താവായ യേശു ക്രിസ്തു കൊടുത്ത മറുപടിയാണ് ഈ ആഴ്ചയിലെ സന്ദേശമായി നിങ്ങളോട് അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. സമയത്തിൻ്റെ കുറവ് മൂലം വളരെ പെട്ടെന്ന് തന്നെ ആ ചിന്തയിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാൻ യേശു ക്രിസ്തുവിൽ ഞാൻ ശരണപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, അവിടെ എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്യം ഞാൻ ആദ്യം എടുത്തു പറയട്ടെ. അതിനുശേഷം ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്ക് കൈമാറും എന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. 23-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. ഇതാണ് എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്ക് എന്ന് പറയുന്നത്. അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. യേശുക്രിസ്തുവിൻ്റെ മറുപടിയാണ് പത്രോസിനും ശേഷം ശിഷ്യന്മാരോടുമുള്ള യേശുക്രിസ്തുവിൻ്റെ മറുപടിയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആര് പറഞ്ഞതുപോലെ സംഭവിക്കും? എന്താണ് സംഭവിക്കുന്നത്? ഹല്ലേലൂയ. ആര് പറഞ്ഞതുപോലെ സംഭവിക്കും? എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ
അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് പറയുമ്പോൾ ആരാണ് അവൻ? അവനുള്ള പ്രത്യേകത എന്താണ് എന്ന് ചില കാര്യങ്ങൾ പെട്ടെന്ന് ഓർപ്പിക്കട്ടെ. 3 കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. അവൻ പറഞ്ഞതുപോലെ സംഭവിക്കണമെങ്കിൽ ആ പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. ഒരിക്കൽ കൂടെ പറയട്ടെ, അവൻ പറയുമ്പോൾ അങ്ങനെ സംഭവിക്കും എന്ന് നമ്മളവിടെ വായിച്ചു എങ്കിൽ ആ പറയുന്നവൻ്റെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം 22-ാം വാക്യത്തിൽ കിടപ്പുണ്ട്. യേശു അവരോട് ഉത്തരം പറഞ്ഞു, ദൈവത്തിൽ വിശ്വാസം ഉള്ളവരായിരിക്കും. ഹല്ലേലൂയ. അവൻ പറഞ്ഞതുപോലെ സംഭവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നാം പറഞ്ഞതുപോലെ സംഭവിക്കണമെങ്കിൽ, ചില പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ, ചില പ്രതിസന്ധികളുടെ മധ്യത്തിൽ നാം പറഞ്ഞതുപോലെ സംഭവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആദ്യം വരേണ്ട ഒരു കാര്യമാണ് ദൈവത്തിലുള്ള വിശ്വാസം. ദൈവത്തിലുള്ള വിശ്വാസം ആദ്യം നമ്മളിൽ കടന്നു വരണം. എങ്കിൽ മാത്രമേ നാം പറഞ്ഞതുപോലെ സംഭവിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഇന്നെന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയമുള്ളവരെ, നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവിനെ വിളിച്ചു പറയുവാനുള്ളത്, നീ പറയുന്നത് പോലെ സംഭവിക്കണമെങ്കിൽ, നിന്റെ അവസ്ഥയ്ക്കൊരു മാറ്റം സംഭവിക്കണമെങ്കിൽ, നീ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിന് ഒരു വലിയ മാറ്റം വരണമെങ്കിൽ ആദ്യം സംഭവിക്കേണ്ടത് നീ ദൈവത്തിൽ വിശ്വസിക്കണം. ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കണം. നാം പല കാര്യങ്ങളിലും വിശ്വസിക്കുന്നവരാണ്. ഇന്നലെ വന്നവരെ പോലും നാം വിശ്വസിക്കുന്നു. നമ്മുടെ വീട്ടിൽ ചില പ്രൊഡക്റ്റുമായി കടന്നു വരുന്നവരെ നാം വിശ്വസിച്ച് അത് വാങ്ങിക്കുന്നു. ഇന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരു അരമണിക്കൂറിൻ്റെ പരിചയം മാത്രമേ നമുക്ക് കാണുകയുള്ളൂ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ വ്യക്തിയെ വിശ്വസിച്ച് ആ പ്രൊഡക്റ്റ്, അവൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് വിശ്വസിച്ച് ആ കാര്യങ്ങൾ നാം വാങ്ങിക്കുന്നു. നാം പല കാര്യങ്ങളിലും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് നീ പറഞ്ഞതുപോലെ സംഭവിക്കണമെങ്കിൽ നീ ആദ്യം ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കണം. ദൈവത്തിൽ വിശ്വസിക്കണം. ദൈവത്തിൽ വിശ്വസിച്ചെങ്കിലേ നിനക്ക് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വ്യക്തമായി പ്രിയമുള്ളവരെ നിങ്ങളോട് ആലോചന പറയുകയാണ്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചെങ്കിലേ മാത്രമേ നിന്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് കഴിയൂ. നിന്റെ ജീവിതത്തിൽ ചിലത് സംഭവിക്കണമെങ്കിൽ, ചില ആകുലങ്ങൾ മാറണമെങ്കിൽ, ചില വിടുതലുകൾ സംഭവിക്കണമെങ്കിൽ, ചില നന്മകൾ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസം അർപ്പിച്ചെങ്കിൽ മാത്രമേ ഹല്ലേലൂയ നിനക്ക് അത് പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. സ്തോത്രം. അവൻ പറഞ്ഞതുപോലെ സംഭവിക്കണമെങ്കിൽ, നീ പറഞ്ഞതുപോലെ സംഭവിക്കണമെങ്കിൽ ആദ്യം നിന്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തിലുള്ള വിശ്വാസം കടന്നു വരണം. ദൈവത്തിലുള്ള വിശ്വാസം. ദൈവത്തിലുള്ള വിശ്വാസം ഉണ്ടെങ്കിലേ നിനക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. കാര്യങ്ങൾ സുഗമമായി നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദൈവത്തിലുള്ള വിശ്വാസം. രണ്ടാമത്തെ, അവൻ പറയുമ്പോൾ സംഭവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ സംഭവിക്കണമെങ്കിൽ രണ്ടാമത്തെ ഒരു കാര്യം, തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ പറയുക. ഹൃദയത്തിൽ സംശയിക്കാതെ പറയുക. ഒരിക്കലും ഹൃദയത്തിൽ സംശയം പൊങ്ങി വരരുത്. ഹല്ലേലൂയ. ഒരിക്കലും സംശയം കൊണ്ട് നിന്റെ ജീവിതം നിറയരുത്. ഹല്ലേലൂയ. സംശയം എന്നുള്ളത് സാത്താൻ്റെ ഒരു വലിയ തന്ത്രമാണ്. ദൈവത്തിലുള്ള വിശ്വാസത്താൽ വളരുക. അത് നീ ചെയ്യാൻ ആരംഭിക്കുമ്പോൾ മറുഭാഗത്ത് ശത്രുവാണവൻ പലവിധമായ സംശയങ്ങൾ കൊണ്ടുവന്ന് നിന്നെ തകർക്കുവാൻ ശ്രമിക്കും. ഹൃദയത്തിൽ സംശയിക്കാതെ. ഹല്ലേലൂയ. ഹൃദയത്തിൽ സംശയിക്കാതെ. ഇന്ന് പലർക്കും വിടുതൽ പ്രാപിപ്പാൻ കഴിയാത്തതിൻ്റെ കാരണം
തങ്ങളുടെ ഹൃദയങ്ങളിൽ സംശയം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇത് ദൈവത്തിനെ കൊണ്ട് സാധ്യമാണോ? ദൈവം ഇത് ചെയ്യുമോ? ഇത് എങ്ങനെ സംഭവിക്കും? എൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുമോ? ഞാൻ ഇത് തരണം ചെയ്യുവാൻ അതോ എന്നെക്കൊണ്ട് ദൈവത്തെ കൊണ്ട് സാധ്യമാണോ? എനിക്കൊരു വിടുതൽ പ്രാപിപ്പാൻ കഴിയുമോ? എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം ലഭിക്കുമോ എന്ന് പലരും ഹൃദയത്തിൽ സംശയിക്കുന്നത് കൊണ്ട് അവർക്ക് മുന്നേറുവാനായിട്ട് കഴിയുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ദൈവവചനത്തിലൂടെ ഈ ആഴ്ചയിലെ സന്ദേശത്തിലൂടെ നിങ്ങളെ ഉണർത്തുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ സംശയങ്ങളും നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ. എല്ലാ സംശയങ്ങളും നീങ്ങിപ്പോകട്ടെ. സംശയങ്ങൾ നീങ്ങണമെങ്കിൽ ആദ്യം ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അടിയുറയ്ക്കണം. ഹല്ലേലൂയ. ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അടിയുറയ്ക്കണം. ഹല്ലേലൂയ. പലരും ദൈവത്തിലുള്ള വിശ്വാസത്തിൽ കടന്നു വന്നിട്ട് വിഷയങ്ങൾ വരുമ്പോൾ സംശയിക്കുന്നവരെയാണ് നാം പലപ്പോഴും കാണുവാനായിട്ടിടയായിത്തീരുന്നത്. ദൈവത്തിലുള്ള വിശ്വാസം അർപ്പിച്ചു വരും, പക്ഷേ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, സാഹചര്യങ്ങൾ എതിരായി കടന്നു വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സംശയങ്ങൾ, അവരുടെ ഹൃദയത്തിൽ സംശയങ്ങൾ ആഴമായി അവരെ പിടിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ തെളിവ് അവരുടെ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവർ സംശയം കൊണ്ടാണ് ഇത് സംസാരിക്കുന്നത്, സംശയത്തിലാണ് അവരായിരിക്കുന്നത്. ദൈവത്തിന്മേലുള്ള സംശയം, ദൈവത്തിനത് പ്രവർത്തിപ്പാൻ കഴിയുമോ, ദൈവത്തിനത് സാധ്യമാകുമോ എന്നുള്ള സംശയത്തിൽ അവർ ജീവിക്കുമ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി നിങ്ങൾക്ക് ആലോചന അറിയിക്കുന്നു. ഹൃദയത്തിൽ സംശയിക്കാതെ. അവൻ പറയുന്നത് അങ്ങനെ തന്നെ സംഭവിക്കും. ആര്? ഹൃദയത്തിൽ സംശയിക്കാതെ പറയുന്നവരുടെ കാര്യങ്ങൾ എൻ്റെ കർത്താവ് നടത്തിത്തരും. ഹൃദയത്തിൽ സംശയിക്കാതെ. മൂന്നാമത്തെ കാര്യം അവിടെ പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പറയുക. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പറയുക. അപ്പോൾ ഒന്ന്, ദൈവത്തിലുള്ള വിശ്വാസം. രണ്ട്, ഹൃദയത്തിൽ സംശയിക്കാതെ. മൂന്ന്, നീ വിശ്വാസത്തിൽ സംസാരിക്കണം. അത് ദൈവത്തിലുള്ള വിശ്വാസം ലഭിച്ചെങ്കിലേ വിശ്വാസത്തിൽ സംസാരിപ്പാൻ നമുക്ക് കഴിയുള്ളൂ. ദൈവത്തിലുള്ള വിശ്വാസം ഉണ്ടെങ്കിലേ ഹല്ലേലൂയ വിശ്വാസത്തിൽ നമുക്ക് സംസാരിപ്പാനായിട്ട് കഴിയുള്ളൂ. ആ ദൈവത്തിലുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നിന്നും പുറപ്പെട്ടു വരുമ്പോൾ അധികാരത്തോടെ, ഒരു പ്രത്യേക അധികാരത്തോടെ, ഒരു പ്രത്യേക ശക്തിയോടെ നമുക്ക് വിശ്വാസത്തോടെ കൽപ്പിക്കുവാനായിട്ട് കഴിയും. ഇന്ന് എത്ര പേർ ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് സംശയത്തെ പുറത്താക്കി അധികാരത്തോടെ വിശ്വാസത്തോടെ നീ കൽപ്പിക്കുവാൻ തയ്യാറാകുമ്പോൾ ഇന്ന് നിന്റെ മുൻപിൽ നിന്നും ചില സംഗതികൾ മാറിപ്പോകുന്നത് നിനക്ക് കാണുവാനായിട്ട് കഴിയും. യേശുവിന്റെ നാമത്തിൽ ഞാൻ വീണ്ടും ആ കാര്യം ഓർപ്പിക്കട്ടെ. ദൈവ വിശ്വാസത്താൽ സംശയങ്ങളെ ഹൃദയത്തിൽ നിന്നും പുറത്താക്കി വിശ്വാസത്തോടെ നീ അധികാരത്തോടെ കൽപ്പിക്കുമ്പോൾ നിന്റെ മുൻപിൽ നിന്നും ചിലത് മാറിപ്പോകുന്നത് നിനക്ക് കാണുവാനായിട്ട് കഴിയും. നിന്നെ മുന്നേറാതെ വണ്ണം, നിന്നെ മുൻപോട്ട് പോകാതെ വണ്ണം തടസ്സം ചെയ്യുന്ന ചില തടസ്സങ്ങളെ നോക്കിക്കൊണ്ട് വിശ്വാസത്തോടെ പറയുക, വിശ്വാസത്തോടെ കൽപ്പിക്കുക, ദൈവത്തിലുള്ള വിശ്വാസത്തോടെ അധികാരത്തോടെ സംസാരിക്കുക, പറയുക. അങ്ങനെയാണെങ്കിൽ ചില സംഗതികൾ, ചില വഴികൾ നിനക്ക് വേണ്ടി തുറന്നു വരുന്നത് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അവിടെ വിശ്വാസത്തോടെ നീ പറയുമ്പോൾ ഈ മലയോട് നീങ്ങി കടലിൽ ചാടുക എന്ന്, ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. ഓ, എത്ര വലിയൊരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഹല്ലേലൂയ. വിശ്വാസത്തോടെ ആദ്യം ദൈവത്തിലുള്ള വിശ്വാസം. രണ്ട്, സംശയങ്ങളെ ഹൃദയത്തിൽ നിന്നും പുറത്താക്കുക. മൂന്ന്, വിശ്വാസത്താൽ പറയുക. ഹല്ലേലൂയ. വിശ്വാസത്താൽ പറയുക. വിശ്വാസത്താൽ പറയുമ്പോൾ ചിലത് നിന്റെ മുൻപിൽ നിന്നും നീങ്ങിപ്പോകും.
ചിലത് നിന്റെ മുൻപിൽ നിന്നും ചാടിപ്പോകും. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുൻപായി നിങ്ങളോട് ഒരു ആലോചന പറയട്ടെ. പ്രിയമുള്ളവരെ, ദൈവത്തിലുള്ള വിശ്വാസത്താൽ ഉറച്ച് സംശയങ്ങളെ ഹൃദയത്തിൽ നിന്നും ദൂരീകരിച്ച് വിശ്വാസത്തോടെ സംസാരിപ്പാൻ തയ്യാറാകുമ്പോൾ പല പ്രശ്നങ്ങളും നിന്റെ മുൻപിൽ നിന്നും ചാടിപ്പോകും. നീങ്ങിപ്പോകുന്നത് നിന്റെ കണ്ണുകൾ കൊണ്ട് കാണുവാനായിട്ട് കഴിയും. വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ആഴ്ചയിലെ സന്ദേശം വിശ്വാസത്തോടെ ചിലത് പറയുക, വിശ്വാസത്തോടെ ചിലത് കൽപ്പിക്കുക. അതിനു മുൻപ് ദൈവവിശ്വാസം നിന്നിൽ കടന്നു വരട്ടെ. സംശയങ്ങളെ ഹൃദയത്തിൽ നിന്നും ദൂരീകരിക്കുക, വിശ്വാസത്തോടെ കൽപ്പിക്കുക. ചിലത് നിനക്ക് പ്രാപിപ്പാൻ കഴിയും, ചിലത് നിന്റെ മുൻപിൽ നിന്നും നീങ്ങിപ്പോകും. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനം കൊണ്ട് നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. വിശ്വാസത്താൽ വർദ്ധിച്ചു വന്ന് ദൈവത്തിലുള്ള വിശ്വാസത്താൽ വർദ്ധിച്ച് സംശയങ്ങളെ ഹൃദയത്തിൽ നിന്നും നീക്കിക്കളഞ്ഞ് വിശ്വാസത്തോടെ സാഹചര്യങ്ങളെ നോക്കി കൽപ്പിക്കുവാനുള്ള ഒരു പ്രത്യേക ശക്തി ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അവിടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമം പറഞ്ഞ് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവേ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനത്താൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.